പുതിയ പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതിനെതിരായ പൊതു താൽപര്യ ഹർജി സുപ്രീം കോടതി തള്ളി. ഉദ്ഘാടനം രാഷ്ട്രപതി നിർവഹിക്കാൻ നിർദ്ദേശം നൽകണമെന്ന ആവശ്യം കോടതി നിരസിച്ചു. വിഷയത്തിൽ ഇടപെടാനാവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി സുപ്രീം കോടതി തള്ളിയത്. ജസ്റ്റിസ് മഹേശ്വരി അധ്യക്ഷയായ അവധിക്കാല ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. പാർലമെന്റിന്റെ സർവാധികാരി രാഷ്ട്രപതിയാണെന്നിരിക്കെ പ്രധാനമന്ത്രി പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്നത് അനൌചിത്യമെന്നായിരുന്നു ഹർജിയിലെ വാദം. ഇരുസഭകളുടെയും തലവനാണ് രാഷ്ട്രപതി. പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും അടക്കം നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. എന്നിട്ടും രാഷ്ട്രപതിയെ ഒഴിവാക്കുന്നത് തെറ്റായ നടപടിയാണ്. ഇതുവഴി രാജ്യസഭ ഭരണഘടനയുടെ 79-ാം വകുപ്പിന്റെ ലംഘനമാണ് നടത്തിയതെന്നും ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി. പാർലമെന്റിന്റെ തലവനായ രാഷ്ട്രപതിയാണ് ഉദ്ഘാടനം നിർവഹിക്കേണ്ടതെന്നും ഇതിനാവശ്യമായ നിർദ്ദേശം സുപ്രീം കോടതി നൽകണമെന്നും ഹർജിക്കാരൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഹർജിക്കാരൻ ഉന്നയിച്ച വാദങ്ങൾ അംഗീകരിക്കാൻ സുപ്രീം കോടതി തയ്യാറായില്ല. ഉദ്ഘാടനവും ഭരണഘടനാ പദവിയും തമ്മിൽ ബന്ധമെന്തെന്ന് കോടതി ചോദിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ട വിഷയമാണിതെന്നും ഇതിൽ ഇടപെടാനാകില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഇക്കാര്യത്തിൽ ലോക്സഭാ സെക്രട്ടേറിയറ്റിന് നിർദ്ദേശം നൽകാൻ കോടതിക്കാവില്ല. ഹർജിക്കാരന് ഹൈക്കോടതിയെ സമീപിക്കാമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. തുടർന്ന് ഹർജിക്കാരൻ കേസ് പിൻവലിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.